ഹായ് സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഇവിടെ 2 കിലോ ബീഫാണ് ഫ്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ബീഫെല്ലാം വന്നു കഴിഞ്ഞിട്ട് അതിനെ എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അങ്ങനെ നമ്മളതിനെ ഒരു കുക്കറിലോട്ടാക്കി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത് അതിന് ശേഷം നമ്മൾ ബീഫ് മസാല, കാശ്മീരി ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡറിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിക്ക് ശേഷം ഗരം മസാലയ്ക്ക് ശേഷം കുറച്ച് ഉപ്പ്. എനിക്കെല്ലാം കൈ അളവാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇതിൻ്റെ അളവിനെക്കുറിച്ച് പറയാത്തത്. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ, എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. അങ്ങനെ അങ്ങോട്ടെല്ലാത്തിനും വറ്റി വരണ്ടിരിക്കണം, അതേ രീതിയിൽ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ കുറച്ച് പോലും എന്താണ് വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ. ബീഫിലുള്ള വെള്ളം ഉണ്ടല്ലോ അത് ഇറങ്ങി. എന്നിട്ട് കുക്കറിൽ കയറ്റി ഒരു 3 വിസിൽ അടിക്കണം. 3 വിസിലിന് ശേഷം എയർ ഔട്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രേവി നേരെ ഉരുളിയിലാക്കി കഴിഞ്ഞാൽ അവനെ നമുക്ക് നല്ല തിക്ക് പരിവാക്കി തിക്ക് ഗ്രേവി കിട്ടും. തിക്ക് ഗ്രേവി ആണെങ്കിൽ നമ്മൾ ഫിൽറ്റർ ചെയ്ത് വെച്ചേക്കുന്ന ബീഫിനെ എന്ത് ചെയ്യണം, അതിലേക്ക് അങ്ങനെ തിക്കായതിന് ശേഷം നമ്മൾ ഫിൽറ്ററിൽ വെച്ചേക്കുന്ന ബീഫിന് ഉള്ളിക്കകത്താക്കി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്തതിന് ശേഷം ഇത് സ്പീഡപ്പ് ആയതിൻ്റെ പേരിലാണ് ബ്ലാക്ക് പെപ്പർ ആഡ് ചെയ്തത്. ബ്ലാക്ക് പെപ്പർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം നമ്മളുടെ ബീഫ് ഫ്രൈ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. ഒന്ന് ഉണങ്ങിയെടുക്കണം. അതിന് ശേഷം ഞാൻ കടായിൽ തന്നെയാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസായ സവാള, പിന്നെ വന്നിട്ട് എന്താ പറയുക കോക്കനട്ട്, ഇതെല്ലാം ആഡ് ചെയ്തിട്ട് ഇതൊരു ഹോട്ടൽ സ്റ്റൈൽ ആയതിൻ്റെ പേരിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. കാരണം